കോഴിക്കോട് 2 ദിവസമായി തുടരുന്ന മഴ ഇന്നും ശക്തമായി തന്നെ തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് ഇടവേളകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെല്ലുവിളിയാവുന്നത് പുഴകളിൽ പെട്ടെന്നുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം മലയോര പ്രദേശങ്ങളിൽ വനപ്രദേശങ്ങളിൽ വലിയ മഴയുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിചാരിതമായി പെട്ടെന്ന് തന്നെ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നു. കോഴിക്കോട് ചാലിപ്പുഴയിൽ വലിയ തോതിൽ സമാനമായ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. അവിടെ ചെമ്പുകടവ് പാലത്തിന് മുകളിലൂടെ ആ മലവെള്ളം പോയി. അങ്ങനെ ആ പാലം ഇപ്പോൾ ഗതാഗത തടസ്സം നേരിടുന്ന സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെയാണ് മുക്കത്തിനടുത്ത് കണ്ടപ്പൻചാലിൽ മുത്തപ്പൻ പുഴയും സമാനമായ രീതിയിൽ വലിയ തോതിൽ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അവിടെയെല്ലാം പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുറ്റ്യാടി പോലെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളെ പോലെ സമാനമായ രീതിയിൽ കാറ്റ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നു. കുറ്റ്യാടി മരുതോങ്കരയിൽ ഒരു തെങ്ങ് കടപുഴകി വീണ് ഇലക്ട്രിസിറ്റി ലൈനിലേക്ക് വീണ് വലിയ ഒരു തീപ്പൊരി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. തൊട്ടടുത്ത് താഴെ നിന്ന ആളുകളും വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ അപകടം ഒഴിവായതാണ് ആശ്വാസകരമായ കാര്യം. ഒപ്പം തന്നെയാണ് കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നതാണ്. നിലവിൽ ഓറഞ്ച് അലർട്ടാണ് കക്കയം ഡാമിലുള്ളത്. ഒരുപക്ഷെ രാത്രിയോടുകൂടി മഴ ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാനും നാളെ രാവിലെയോടുകൂടി ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് KCB ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് മുക്കം ഇരവഞ്ഞി പുഴയും വലിയ തോതിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മാവൂര്, കൂടിമാട്, കൊടിയത്തൂർ, മുക്കം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ജാഗ്രതയോടുകൂടി ഇരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ജനങ്ങളോട് നൽകിയിട്ടുണ്ട്. ശരി, ഷഹീദ് പറഞ്ഞ ആ പാലത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ പാലത്തൂടെയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണത്.